എനിക്ക് ഫ്രഷ് ആവുള്ള ടൈം തരും. അല്ല നമുക്കല്ല, ഞാനിവിടെ ഒരു ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഡ്രൈവറാണ്. എനിക്കിവിടെ ഫ്രഷ് ആവുള്ള സ്ഥലം തരും. ഒരു ബാത്റൂം എനിക്ക് പേയ്മെന്റിന്റെ അറിയില്ല. എല്ലാ ഹോട്ടലും ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഇവിടെ ഇല്ല. ഉറപ്പല്ലേ? ഓക്കെ. എന്താ ഗ്രാൻഡ് സൂട്ട് ഈ ഹോട്ടലിലാണ് പറയണത്. അപ്പോൾ കൽബ എന്തല്ല സുഖമല്ലേ? ഞാനേ റിയാക്ഷൻ വീഡിയോ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഈ വീഡിയോ കണ്ടപ്പോൾ ഒന്ന് റിയാക്ട് ചെയ്യാൻ തോന്നി. അതുകൊണ്ട് കാരണം അത്രയും ദൂരം ഒരു ഓടി വരുന്നൊരു ഡ്രൈവർ, കാരണം ഞാനും ഒരു ഡ്രൈവറാണ്. ഞാനും ഇതേപോലെ ഗസ്റ്റിനെയും കൊണ്ട് ഓരോ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ പോകാറുണ്ട്. എല്ലാ ഹോട്ടലും അല്ല കേട്ടോ, ചില ഹോട്ടലിൻ്റെ കാര്യം പറയുന്നത്. അവിടെ നമുക്ക് ചെല്ലാൻ നേരത്ത് ഡ്രൈവർമാർക്ക് വാഷ്റൂം, അതുപോലെ തന്നെ റൂം സൗകര്യങ്ങളുള്ള കിടക്കാനുള്ള റൂമുള്ള ഹോട്ടൽസ് ഉണ്ട്. മൂന്നാർ പോകുന്ന വഴിക്കുണ്ട്, നമ്മുടെ തിരുവനന്തപുരം ആ ഭാഗത്തൊക്കെ ഉണ്ട്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പം അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത് ആ ഹോട്ടലിലേക്കുള്ള ഗസ്റ്റിനെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പം ആ ഹോട്ടലിൽ തന്നെ ഒരു ജസ്റ്റ് ഒരു വാഷ്റൂം മാത്രമേ അയാൾ ചോദിക്കുന്നുള്ളൂ, റൂമും കാര്യങ്ങളൊന്നും അല്ല. ഒന്ന് അയാൾക്കൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടി ഒരു വാഷ്റൂം ചോദിച്ചിട്ട് കൊടുക്കാനുള്ള ഇത് അവിടുത്തെ ആ ഹോട്ടലിൻ്റെ മാനേജ്മെൻറ്റിന് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള അവസ്ഥ എല്ലാവർക്കും വന്നിട്ടുണ്ട്, എനിക്കും വന്നിട്ടുണ്ട്. ആ ഹോട്ടലിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ വേറൊന്നിനും വേണ്ടിയിട്ട് പറഞ്ഞതല്ല, കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. നമ്മൾ ഡെയിലി നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഡ്രൈവർമാരും അതുപോലെ തന്നെ മനുഷ്യന്മാരാണ്. അവർ വന്നിട്ട് ഇത്രയും ലോങ് ഓടി വന്നിട്ട് ആ ഹോട്ടലിൽ, അവർ താമസിക്കുന്ന ഹോട്ടലിൽ ഒരു വാഷ്റൂമോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഒരു ഹെൽപ്പിന് വേണ്ടി ചോദിക്കുമ്പം അത് ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഹോട്ടലിലേക്ക് പോകരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നോർമലി ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടായിരിക്കും വരുന്നത്. നമ്മുടെ കസ്റ്റഡിയിൽ നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു ഗസ്റ്റ് വന്നിട്ട് ഒരു റൂമുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും റൂമുണ്ടോ എന്ന് ചോദിക്കാൻ നേരത്ത് അങ്ങനെ വരുന്ന സമയത്ത് ഇതേപോലുള്ള ഹോട്ടലിലോട്ടൊന്നും മാക്സിമം കൊണ്ടുപോകാതിരിക്കുക. കാരണം അത്രയും അവർ സ്ട്രെസ് എടുത്തിട്ടായിരിക്കും, അത്രയും കാര്യങ്ങൾ ഇതാക്കിയിട്ടായിരിക്കും അവർ അത്രയും ദൂരം ഓടി വരുന്നത്, ഗസ്റ്റിനെ കൊണ്ട് ഓടി വരുന്നത്. അപ്പം നോർമലി നമുക്കൊന്ന് വാഷ്റൂമിൽ ബാത്റൂമിൽ പോകണം, അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഒരു റൂം ചോദിക്കുന്നത് തെറ്റല്ല. കാരണം ഡ്രൈവർമാരും മനുഷ്യന്മാരാണ്. നിങ്ങൾ റൂം കൊടുക്കണ്ട, നിങ്ങൾ കിടക്കാനുള്ള റൂമും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട, വണ്ടി തന്നെ മതി. വണ്ടി കണ്ടു കഴിഞ്ഞാൽ അട്ട പോലെ ചുരുണ്ടി ഞങ്ങൾ കിടന്നുള്ളൂ. അതിനകത്ത് യാതൊരുവിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഒരു ഡ്രൈവർമാർക്കും ഇല്ല. എല്ലാവരും വണ്ടിക്കകത്ത് തന്നെയാണ് കിടക്കുന്നത്. മാക്സിമം അയാൾ അവിടെ വന്നിട്ട് ആ വാഷ്റൂമിൻ്റെ കാര്യം അവിടെ നിൽക്കുന്ന ആ പയ്യൻ്റെ അടുത്ത് ചോദിച്ചപ്പം ഇല്ല എന്നുള്ള വാക്കാണ് അയാൾ പറയുന്നത്. എന്നാൽ നോക്കട്ടെ, ഞാൻ എന്തെങ്കിലും സംസാരിച്ചിട്ട് എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് തരാമെന്നുള്ള കാര്യമല്ല പറയുന്നത്. അപ്പം മാക്സിമം ഇങ്ങനെയുള്ള ഹോട്ടലുകളിലേക്ക്, ഇങ്ങനെയുള്ള മാറിയ ഹോട്ടലുകളിലേക്ക് മാക്സിമം നമുക്ക് കിട്ടുന്ന ഗസ്റ്റിനെ കൊണ്ടുപോകാതിരിക്കുക. ആ ലൊക്കേഷനും കാര്യങ്ങളും അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ആ പയ്യൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്, ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ലൈക്കൊന്നും തരണ്ട, ഇതിനകത്ത് ലൈക്കും കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഈ വീഡിയോ ശരിയാണോ, നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് അതിനകത്ത് നിങ്ങളൊന്ന് രേഖപ്പെടുത്തിയാൽ മതി. എന്നിട്ടൊന്ന് ഷെയറും ചെയ്യുക. ലൈക്കും കാര്യങ്ങളൊന്നും വേണ്ട. അതുകൊണ്ട് മാക്സിമം ഇതേപോലുള്ള സ്ഥലത്തോട്ട് ഒരുത്തനെ ഇതേപോലുള്ള നാറിയ ഹോട്ടലിലോട്ട് കൊണ്ടുപോകാതിരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരോടും സ്നേഹം തന്നെ. ലവ് യു ഓൾ.